വെൻ ഐ ഫ്ലൈ ടുവേർഡ്സ് എന്ന ഡ്രാമയുടെ 20ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ സായി ഫ്രണ്ട്സിനൊപ്പം ഹോസ്റ്റലിലേക്ക് നടക്കുമ്പോഴാണ് അവളുടെ ഡിപ്പാർട്ട്മെന്റ് ഒരു ഗെറ്റ് ടുഗദർ സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് മെസ്സേജ് വന്നത്. ഫ്രണ്ട്സോട് പറഞ്ഞിട്ട് പോകാൻ തുടങ്ങുമ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവൾ തൊണ്ടയ്ക്ക് നല്ല സുഖമില്ലാന്ന് പറഞ്ഞ് പോസ്റ്റിട്ട ദിവസം അവളുടെ ഡിപ്പാർട്ട്മെന്റ് പ്രസിഡന്റ് ലീൻ വഴിയിൽ വെച്ച് തന്നെ കണ്ടപ്പോൾ അവൾക്ക് നൽകാനായി കുറച്ച് മരുന്ന് തന്നുവിട്ട കാര്യം ഒരു ഫ്രണ്ട് വന്ന് പറയുന്നു. അത് അവളുടെ മേശപ്പുറത്ത് കൊണ്ടുവച്ചിരുന്നതല്ലാതെ അതിനെക്കുറിച്ച് പറയാൻ അവൾ മറന്നുപോയിരുന്നു. ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റ് കാര്യം പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. അവൻ എന്തിനാണ് തനിക്ക് വേണ്ടി അങ്ങനെ ചെയ്തത് എന്ന് അവൾക്ക് മനസ്സിലാകുന്നില്ല. ഗെറ്റ് ടുഗദറിന്റെ സമയത്തും ലിൻ അവളുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. അവരുടെ ഡിപ്പാർട്ട്മെന്റ് റെഡിയാക്കിയ പ്രൊമോഷണൽ വീഡിയോ ഹിറ്റായതിന് സന്തോഷത്തിൽ സീനിയേഴ്സ് പുതിയ സ്റ്റുഡൻസിനെ വൈൻ കഴിക്കാൻ നിർബന്ധിക്കുന്നു. സായിക്ക് അത് കഴിക്കാൻ ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. അത് മനസ്സിലായപ്പോൾ അവനത് വാങ്ങി മാറ്റി വെച്ചിട്ട് അവൾക്ക് ജ്യൂസ് നൽകുന്നു. അതിനുശേഷം എല്ലാവരും കൂടി ട്രൂത്ത് ഓർ ഡെയർ ഗെയിം കളിക്കുന്നുണ്ട്. ആദ്യത്തെ റൗണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് ലിനിന്റെ നേർക്കാണ് വന്നത്. പുതിയ സ്റ്റുഡൻസിന് അവനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളത് കൊണ്ട് അവരോട് ചോദിച്ചോളാൻ സീനിയേഴ്സ് പറയുന്നു. അവൻ ആരോടെങ്കിലും ഇഷ്ടമുണ്ടോ എന്നാണ് കുട്ടികൾ ചോദിച്ചത്. സായിയെ നോക്കിക്കൊണ്ടാണ് ഉണ്ടെന്നവൻ മറുപടി നൽകിയത്. അല്ലെങ്കിൽ തന്നെ അവന് തന്നോട് താല്പര്യമുണ്ടോ എന്ന് അവൾക്ക് സംശയം തോന്നി തുടങ്ങിയിരുന്നു. ഇപ്പോൾ ഇതുകൂടിയായപ്പോൾ അത് ഉറപ്പാകുന്നു. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ പിക്ക് ചെയ്യാൻ വരാൻ പറഞ്ഞ് അവൾ റാങ്ങിന് മെസ്സേജ് അയക്കുന്നു. അവളുടെ മെസ്സേജും പ്രതീക്ഷിച്ച് അവൻ റെഡിയായിരിക്കുന്നതിനാൽ ഉടൻ തന്നെ പുറപ്പെടുന്നുണ്ട്. ബാക്കി ഫ്രണ്ട്സൊക്കെ പോയി കഴിഞ്ഞപ്പോഴേക്കും സായി അവിടെ തന്നെ വെയിറ്റ് ചെയ്യുന്നതിനാൽ ലിൻ അവളെ റൂമിനടുത്തേക്ക് കൊണ്ടാക്കാമെന്ന് പറയുന്നു. എൻ്റെ ബോയ് ഫ്രണ്ട് പിക്ക് ചെയ്യാൻ വരുന്നുണ്ട്, അതുകൊണ്ടാണ് വെയിറ്റ് ചെയ്യുന്നതെന്ന് അവൾ പറയുന്നു. അവൾക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ കുറച്ച് നിരാശനാകുന്നുണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കാതെ അന്ന് നിനക്ക് വേണ്ടി ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വന്ന ആളാണ് ബോയ് ഫ്രണ്ട് എന്ന് ചോദിക്കുന്നു. രാത്രി കുറച്ച് വൈകിയത് കൊണ്ട് അവൻ വരുന്നവരെ അവൾക്ക് കൂട്ടു നിൽക്കാമെന്ന് പറഞ്ഞ് അവനും അവിടെ തന്നെ നിൽക്കുന്നു. കൂട്ടത്തിൽ അവളുടെ ബോയ് ഫ്രണ്ടിനെ കുറിച്ചൊക്കെ ചോദിച്ചറിയുന്നുണ്ട്. സായി ഒരു മടിയുമില്ലാത്ത റാങ്ങിനുള്ള ഇഷ്ടം തുറന്നു കാണിക്കുന്ന വിധത്തിലാണ് സംസാരിച്ചത്. അതുകൊണ്ട് തനിക്കൊരു ചാൻസുമില്ല എന്ന് അവന് മനസ്സിലാകുന്നു. അപ്പോഴേക്കും റാങ് അവിടെ എത്തുകയും ചെയ്യുന്നു. അവനെ കണ്ടതും ലിന്നോട് യാത്ര പറഞ്ഞിട്ട് അവൾ സന്തോഷത്തോടെ ഓടി അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. അവർ ഒരുമിച്ച് പോകുന്നത് കണ്ടപ്പോൾ തനിക്കൊരു ചാൻസുമില്ല എന്ന് മനസ്സിലാക്കി ലിൻ തിരികെ പോകുന്നു. അവൾ എന്താണ് അവനോട് സംസാരിച്ചു കൊണ്ടിരുന്നത് എന്ന് പോകുന്ന വഴിക്ക് റാങ് അവളോട് ചോദിക്കുന്നുണ്ട്. എൻ്റെ ബോയ് ഫ്രണ്ടിനെ കുറിച്ചാണ്. എൻ്റെ ബോയ് ഫ്രണ്ട് ഈ ലോകത്തിലേക്ക് ഏറ്റവും ബെസ്റ്റാണ്. ഞാൻ അവനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത് എന്നവൾ പറഞ്ഞപ്പോൾ അവനൊന്ന് പുഞ്ചിരിച്ചതല്ലാതെ മറുപടിയൊന്നും നൽകുന്നില്ല. നീ ഇങ്ങനെ എപ്പോഴും മിണ്ടാതിരിക്കുന്ന കാരണം എന്തൊരു ബോറാണെന്നറിയാമോ? എന്നാലും കുറേ വർഷങ്ങളായി ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിനക്ക് നല്ല സ്ഥാനം നൽകിയിട്ടുണ്ട്. ഈ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലിയ മനസ്സുള്ള ലാൻഡ് ലേഡി ഞാനായിരിക്കുമെന്നൊക്കെ അവൾ തമാശയെ പറയുന്നു. അവൻ പെട്ടെന്ന് നടത്തം മതിയാക്കി അവളുടെ അടുത്തേക്ക് പിടിച്ച് കിസ് ചെയ്യുന്നുണ്ട്. തീരെ പ്രതീക്ഷിക്കാതെ ആയിരുന്നുകൊണ്ട് അവളൊന്ന് അമ്പരക്കുന്നു. ഞാൻ എൻ്റെ റെന്റ് നൽകിയതാണ് എന്ന് പറഞ്ഞ് അവൻ ചിരിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരുപാട് റെന്റ് ബാക്കിയുണ്ടെന്ന് പറഞ്ഞ് അവൾ പുറകെ ഓടി ചെല്ലുന്നുണ്ട്. റാങ്ക് കോളേജിൽ ഓർഗനൈസിംഗ് ഡിപ്പാർട്ട്മെന്റിലാണുള്ളത്. ഈ വർഷത്തെ ന്യൂ ഇയർ ആഘോഷത്തിന്റെ ഉത്തരവാദിത്തം അവരുടെ ഡിപ്പാർട്ട്മെന്റിന് കൂടിയാണ്. അവരുടെ കൂട്ടത്തിലെ പുതിയ സ്റ്റുഡൻസിൽ സിയാമോ എന്നൊരു സ്റ്റുഡന്റ് സ്കൂളിൽ മുമ്പ് ഈവന്റ് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് എന്ന് ഇന്റർവ്യൂ സമയത്ത് പറഞ്ഞിരുന്നതിനാൽ ഈ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യാനും ഡിപ്പാർട്ട്മെന്റ് പ്രസിഡന്റ് അവളെ ഉത്തരവാദിത്തപ്പെടുന്നു. പക്ഷേ തനിച്ച് കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഒരാളെ കൂടി സഹായത്തിന് നൽകണമെന്ന് അവൾ റിക്വസ്റ്റ് ചെയ്യുന്നു. റാങ്ക് പഠിക്കുന്ന സമയത്ത് നാടകത്തിൽ അഭിനയിച്ചതിനെ കുറിച്ച് അവൾ ഓൺലൈനിലൂടെ കണ്ടിരുന്നു. അതുകൊണ്ട് അവനോട് കൂടി സഹായിക്കാൻ പറ്റുമോ എന്ന് അവൾ റിക്വസ്റ്റ് ചെയ്യുന്നു. പ്രസിഡന്റ് കൂടി പറഞ്ഞതോടെ അവന് സമ്മതിക്കേണ്ടി വരുന്നു. അതിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും മറ്റുമായി അവർക്ക് ഒരുമിച്ച് സമയം ചെലവഴിക്കേണ്ടി വരുന്നുണ്ട്. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ അവൾ അവനെ ഒരു ലഞ്ച് കഴിക്കാൻ വിളിക്കുന്നുണ്ടെങ്കിലും അവൻ ഒഴിഞ്ഞു മാറിപ്പോകുന്നു. അടുത്ത കുറച്ച് ദിവസങ്ങൾ റാങ്കിന് ഇതിന്റെ തിരക്ക് കാരണം സായിക്കിപ്പോൾ ചിലവഴിക്കാൻ സമയം കുറവായിരുന്നു. ഒരു ദിവസം ഇന്ന് രാത്രി ഒരുമിച്ച് ഡിന്നർ കഴിക്കാൻ പോയാലോ എന്ന് അവൾ മെസ്സേജ് അയക്കുന്നു. അവനത് സമ്മതിക്കുന്നുണ്ട്. അവൻ അപ്പോഴും മീറ്റിംഗ് സ്ഥലത്തായിരുന്നതിനാൽ അവൾ റെഡിയായി അങ്ങോട്ടേക്ക് ചെല്ലാമെന്ന് പറയുന്നുണ്ട്. മീറ്റിംഗ് കഴിഞ്ഞ് റാങ്ക് പോകാൻ തയ്യാറെടുത്തപ്പോഴാണ് പ്രോഗ്രാം അറേഞ്ച് ചെയ്തതിന്റെ കുറച്ച് കാര്യങ്ങൾ അവൻ്റെ സഹായം വേണമെന്ന് സിയാമോ പറയുന്നത്. അങ്ങനെ അവന് അവിടെ ഇരിക്കേണ്ടി വരുന്നു. ബാക്കി എല്ലാവരും പോകുന്നതിനാൽ അവൾ എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നാണ് കാര്യങ്ങൾ സംസാരിച്ചത്. ഈ സമയത്ത് സായി അവിടെ എത്തുന്നു. അവൾ വാതിൽക്കൽ നിൽക്കുന്നത് ഇടയ്ക്ക് റാങ്ക് കാണുന്നു. അവൻ അങ്ങോട്ടേക്ക് നോക്കി ചിരിക്കുന്നത് കണ്ട് സിയാമോയും ശ്രദ്ധിക്കുന്നു. സായി അവൻ്റെ ഗേൾഫ്രണ്ട് ആണെന്ന് അവൾക്കും അറിയാം. അതുകൊണ്ട് അകത്തേക്ക് കയറിയെന്നുള്ളത് അവൾ പറയുന്നു. സായിയുടെ ബോയ് ഫ്രണ്ടിനെ കുറച്ച് ദിവസങ്ങളായി പിടിച്ചു വെക്കേണ്ടി വരുന്നതിന് അവൾ സോറി പറയുന്നുണ്ട്. കൂടുതൽ സമയം അവർക്ക് ശല്യമാകുന്നില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് എഴുന്നേറ്റ് പോവുകയും ചെയ്യുന്നു. അടുത്തൊരു ദിവസം സായി റൂമിലിരിക്കുമ്പോഴാണ് ഫ്രണ്ട്സ് എല്ലാവരും കൂടി അവളെ കാണിക്കാതെ ഫോണിൽ എന്തോ കണ്ട് അടക്കം പറയുന്നത് അവൾ ശ്രദ്ധിച്ചത്. എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി അന്വേഷിച്ചിട്ട് വൈകിട്ട് നിന്നോട് കാര്യം പറയാം എന്ന് പറഞ്ഞവർ ഒഴിഞ്ഞു മാറുന്നു. തന്നെ സംബന്ധിക്കുന്നത് പ്രശ്നമാണെന്ന് അവൾക്ക് മനസ്സിലാകുന്നുണ്ട്. അവൾ സൂത്രത്തിൽ എഴുന്നേറ്റ് എന്ന് അവർ ഫോണിൽ നോക്കിക്കൊണ്ടിരുന്ന എന്താണെന്ന് കാണുന്നു. സിയാമോയും റാങ്ക് കൂടി ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ അവളുടെ ഇൻസ്റ്റയിൽ അവൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നു. അതാണ് അവർ നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ സായിക്ക് ഫോട്ടോ കണ്ട് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. ഇതിന്റെ ഒറിജിനൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് അവൾ ഫോണിൽ ഉണ്ടായിരുന്ന ഒറിജിനൽ ഫോട്ടോ അവർക്ക് കാണിച്ചു കൊടുക്കുന്നു. ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ അംഗങ്ങളും കൂടി ഒരുമിച്ച് നിന്നെടുത്ത ഫോട്ടോയാണത്. അതിൽ നിന്ന് കട്ട് ചെയ്ത് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അവരുടെ ഫോട്ടോ മാത്രമാണ് സിയാമോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവളുടെ അക്കൗണ്ട് ഏതാണെന്ന് ചോദിച്ചറിഞ്ഞ് സായി കൂടി അത് ചെക്ക് ചെയ്യാൻ തുടങ്ങുന്നു. അവൻ തന്റെ ബോയ് ഫ്രണ്ട് ആണെന്നുള്ള രീതിയിലാണ് സിയാമോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല അവന്റെ ഒപ്പമുള്ള വേറെ ഫോട്ടോയും അവൾ പോസ്റ്റ് ചെയ്തിരുന്നു. അടുത്ത ദിവസം ക്യാൻറ്റീനിൽ നിന്ന് സായി ഫുഡ് കഴിച്ചിരിക്കുന്ന സമയത്ത് റാങ്ക് ഒറ്റയ്ക്കുള്ള കുറെ ഫോട്ടോകൾ നല്ല ക്യാപ്ഷൻ കൊടുത്ത് അവൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കാണുന്നു. ഇതൊന്നും കണ്ടില്ല എന്നടിച്ച് മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ അവൾ കുറെ ശ്രമിച്ചു നോക്കിയതാണ്. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും അവൾക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ആ സമയത്താണ് സിയാമോ കുറച്ച് അപ്പുറത്തായി ഫുഡ് കഴിക്കാൻ വന്നിരുന്നത്. സായി എഴുന്നിട്ട് അവളുടെ അടുത്തേക്ക് ചെന്നിരിക്കുന്നു. താൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് യാതൊരു ഭാവമില്ലാതെ നല്ല സൗഹൃദത്തോടെയാണ് സിയാമോ അവളോട് സംസാരിച്ചു തുടങ്ങിയത്. സായിയും അതേ രീതിയിൽ തന്നെ സംസാരിക്കുന്നു. എൻ്റെ ബോയ് ഫ്രണ്ടിന്റെ ഫോട്ടോ ഒരു പെൺകുട്ടി ഇടയ്ക്കിടെ അവളുടെ ബോയ് ഫ്രണ്ട് ആണെന്ന രീതിയിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ശരിയാണെന്ന് അവൾ ചോദിക്കുന്നു. കാര്യം മനസ്സിലായതോടെ ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി, ഉടനെ തന്നെ ഫോട്ടോസ് എല്ലാം ഡിലീറ്റ് ചെയ്തേക്കാമെന്ന് പറഞ്ഞ് സിയാമോ അവളോട് സോറി പറയുന്നു. സായി കൂടുതൽ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ എഴുന്നേറ്റ് പോകുന്നുണ്ട്. അന്ന് വൈകിട്ട് ഡിപ്പാർട്ട്മെന്റ് മീറ്റിംഗിന് സിയാമോ കുറച്ച് ലേറ്റായാണ് ചെന്നത്.
അവൾ സാധാരണ നല്ല പഞ്ചാലിറ്റിയുള്ള കൂട്ടത്തിലായതുകൊണ്ടും വന്നപ്പോൾ കണ്ണുകളൊക്കെ കരഞ്ഞ് കലങ്ങിയതുപോലെ ഇരിക്കുന്നത് കൊണ്ടും എന്ത് പറ്റിയെന്ന് എല്ലാവരും ചോദിക്കുന്നു. ഒന്നുമില്ല എന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറിയപ്പോൾ എന്താണെന്ന് പറയാൻ എല്ലാവരും കൂടി കുറേ നിർമ്മിച്ചെങ്കിലും അവളൊന്നും പറയുന്നില്ല. അന്ന് റാങ്ക് മീറ്റിംഗ് കഴിഞ്ഞ് പോകുമ്പോൾ അവളുടെ ഒരു റൂംമേറ്റ് അവനെ ചെന്ന് കണ്ട് നിന്റെ ഗേൾഫ്രണ്ട് സിയാമയോട് ചേർത്ത് എന്താണെന്ന് അറിയാമോ? അവൾ അവളുടെ അക്കൗണ്ടിൽ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുന്നതിന് നിന്റെ ഗേൾഫ്രണ്ട് എന്താണ് കുഴപ്പം? അവൾ എന്തിനാണ് അത് ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടത്? പാവം സിയാമ ആരോടൊന്നും പറയാതെ റൂമിൽ നിന്ന് കരയുകയായിരുന്നു. ഞങ്ങൾ ഒരുപാട് നിർബന്ധിച്ചപ്പോഴാണ് അവൾ കാര്യം പറയുന്നത് എന്നൊക്കെ പറയുന്നു. അവൻ സായിയെ കുറ്റപ്പെടുത്തുമെന്നാണ് അവൾ പ്രതീക്ഷിച്ചത്. പക്ഷേ എന്റെ ഗേൾഫ്രണ്ടിന് ഇഷ്ടമില്ലാത്ത ആ ഫോട്ടോസ് എല്ലാം അവൾ അക്കൗണ്ടിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്നാണ് അവൻ ചോദിച്ചത്. അത് കേട്ടപ്പോൾ വക്കലത്തുമായി വന്ന ഫ്രണ്ട് ശരിക്കും ഷോക്കാകുന്നു. കളഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ നേരിട്ട് തന്നെ അവളെ കൊണ്ട് അത് ചെയ്യിച്ചോളാം എന്ന് പറഞ്ഞ് അവൻ മുന്നോട്ടേക്ക് പോകുന്നു. സായി അവളുടെ ഫ്രണ്ടിന്റെ ഒരു ഷോപ്പിൽ നിൽക്കുമ്പോഴാണ് റാങ്കിന്റെ ഡിപ്പാർട്ട്മെന്റിൽ ആരോ സിയാമയുടെ ഇഷ്യൂവിനെ കുറിച്ച് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് കണ്ടത്. സിയാമ മീറ്റിംഗ് സമയത്ത് റാങ്കിനെ നോക്കി കരഞ്ഞ് അവർക്കിടയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ് അതിന്റെ ഉള്ളടക്കം. എന്നറിഞ്ഞപ്പോൾ ഇനിയും ഞാൻ ഇങ്ങനെ ഇരുന്നാൽ ശരിയാക്കില്ല, എനിക്ക് ആക്ഷൻ എടുക്കാൻ സമയമായി എന്ന് പറഞ്ഞ് സായി റൂമിന്റെ കീ വാങ്ങി ഉടനെ തന്നെ ഡ്രസ് ചേഞ്ച് ചെയ്യാൻ റൂമിലേക്ക് പോകുന്നു. സിയാമോ റാങ്കിന് സായിക്ക് ഇടയിൽ കുത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി സെന്റ് ഡയലോഗുകൾ അടിച്ചുകൊണ്ട് റാങ്കിന്റെ പുറകെ നടക്കുമ്പോഴാണ് സായി ഒരുങ്ങി സുന്ദരിയായി അവിടെ എത്തിയത്. അവൾ അടുത്തേക്ക് വന്നപ്പോൾ ഞാൻ കാരണം നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകരുതെന്നാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞ് സിയാമോ വീണ്ടും നമ്പർ എടുക്കുന്നു. അവളെ വിറ്റ ക്യാഷ് സായിയുടെ കയ്യിലുണ്ടല്ലോ, നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, എൻ്റെ ബോയ് ഫ്രണ്ടിനെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കോളാം എന്ന് അവൾ റാങ്കിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്നു. നമുക്ക് ഒരുമിച്ച് കഫ്തീരിയിലേക്ക് പോയാലോ എന്ന് സിയാമോ സജസ്റ്റ് ചെയ്തപ്പോൾ അതിനെന്താ പോകാമില്ല എന്ന് പറഞ്ഞ് അവൾ റാങ്കിനെയും പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുന്നതിൽ കാൽമുടത്ത പോലെ സിയാമോ വീണ്ടും നമ്പർ എടുക്കുന്നു. പക്ഷേ അതിന്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ സായി മറിഞ്ഞു വീഴാൻ പോയതുപോലെ റാങ്കിന്റെ ദേഹത്തേക്ക് ചായുന്നുണ്ട്. കാൽമുടത്തു, അതുകൊണ്ട് മുന്നോട്ട് നടക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുകയും ചെയ്തു. ഇവളുടെ അടുത്തൊരു നമ്പർ നടക്കില്ല എന്ന് മനസ്സിലാതെ എനിക്ക് വേറൊരു അത്യാവശ്യ കാര്യമുണ്ടായിരുന്നു, ഞാൻ ഇപ്പോഴാണ് ഓർത്തതെന്ന് പറഞ്ഞ് സിയാമോ എസ്കേപ്പ് ആകാൻ തുടങ്ങുന്നു. അങ്ങനെ അങ്ങ് പോയാലോ, നമുക്ക് ഒരുമിച്ച് കാഫി കുടിച്ചിട്ട് പോയാൽ പോരെ എന്ന് സായി ചോദിച്ചെങ്കിലും അവൾ വേഗം സ്ഥലം വിടുന്നുണ്ട്. റാങ്ക് അത്രയും നേരം മടക്കി നിർത്തിയിരുന്ന ചിരി അറിയാതെ പുറത്തു വരുന്നു. എന്ത് കണ്ടിട്ടാണ് ഇത്ര ചിരിക്കുന്നതെന്ന് അവൾ ചോദിച്ചപ്പോൾ എൻ്റെ ഗേൾഫ്രണ്ട് വളരെ ക്യൂട്ടാണ് എന്നോർത്ത് ചിരിച്ചു പോയതാണെന്ന് അവൻ പറയുന്നു. ഇനി നീ പുറത്തു പോകുമ്പോൾ മാസ്ക് വെച്ച് പോയാൽ മതി, സൗന്ദര്യം കൂടുന്ന ഒരു കുഴപ്പമാണ് എന്നവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറയുന്നു. എന്തായാലും ഇനി ആർക്കും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാകേണ്ടെന്ന് കരുതി അന്ന് രാത്രി തന്നെ റാങ്ക് തൻ്റെ അക്കൗണ്ടിൻ്റെ DP അവളുടെ ഫോട്ടോ ആക്കുന്നുണ്ട്. അവനത് ചേഞ്ച് ചെയ്തിരിക്കുന്ന അവൾ കാണുന്നു. ഇത്രയും കാലം സുസുവിൻ്റെ ഫോട്ടോ ആയിരുന്നല്ലോ അവൻ DP ആയി ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ ഫോട്ടോ മാറ്റിയത് കാരണം സുസു പരാതി പറയുമോ എന്നവൾ തമാശയായി ചോദിക്കുന്നു. ഞാൻ സുസുവിനോട് ഇതിനെക്കുറിച്ച് ചോദിച്ചിരുന്നു, നിന്റെ ഫോട്ടോ പകരം വെക്കുന്നത് കൊണ്ട് അവൾക്ക് കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത് എന്നവർ റിപ്ലൈ നൽകുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എല്ലാവരും വിന്റർ വെക്കേഷന് വീട്ടിലേക്ക് പോകാനായി പെട്ടിയൊക്കെ പാക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് സിയാമോ അവളുടെ അക്കൗണ്ടിൽ നിന്ന് റാങ്കിന്റെ ഫോട്ടോസ് ഡിലീറ്റ് ചെയ്ത് അധിക ദിവസമായിട്ടില്ല. ഇപ്പോൾ മറ്റൊരു പയ്യന്റെ ഫോട്ടോസ് അതേ രീതിയിൽ ഇട്ടിരിക്കുകയാണ്. ക്യാപ്ഷൻ പോലും സെയിം തന്നെയാണ് എന്ന് അവളുടെ ഫ്രണ്ട് പറഞ്ഞത്. അതെന്തായാലും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന് സായി ചിരിച്ചുകൊണ്ട് പറയുന്നു. അവൾ റാങ്കിനൊപ്പമാണ് നാട്ടിലേക്ക് പോകുന്നത്. അതിന്റെ ത്രില്ലാണ് അവൾ. ബസ്സിൽ കയറി ഇരുന്ന് കഴിഞ്ഞപ്പോൾ അവൾ ക്യാമറ എടുത്ത് വീഡിയോ പിടിക്കാൻ തുടങ്ങുന്നു. വിന്റർ വെക്കേഷൻ നാട്ടിലേക്ക് പോവുകയാണ്, കുറച്ച് ദിവസം ഇവിടെ മിസ് ചെയ്യും. റാങ്കിനൊപ്പം പോകുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണെന്നൊക്കെ പറഞ്ഞ് മനസ്സിൽ തോന്നി കുറേ കാര്യങ്ങൾ അവൾ പറയുന്നു. കുറേ അധികം സമയം ബസ്സിലിരിക്കേണ്ടത് കൊണ്ട് അവൾക്ക് വേണ്ടി ഒരു നെക്ക് ഡ്രസ് ഒക്കെ അവൻ വാങ്ങിയിരുന്നു. അത് അവളെ ധരിപ്പിക്കുന്നുമുണ്ട്. ഒരുമിച്ച് പാട്ട് കേട്ട് മുടക്കൊക്കെ ക്യാമറയിൽ വീഡിയോ പിടിച്ചും ഒരുമിച്ചുള്ള യാത്ര രണ്ടുപേരും ശരിക്കും എൻജോയ് ചെയ്യുന്നു. തായി ഇടയ്ക്ക് അവൻ്റെ തോളിലേക്ക് ശരീരം ഉറങ്ങുന്നുണ്ട്. അവർ വീടിനടുത്തെത്തിയപ്പോഴേക്ക് നേരം വിട്ടിട്ട് തുടങ്ങിയിരുന്നു. 6 മാസത്തിന് ശേഷമാണ് അവർ വീട്ടിലേക്ക് തിരികെ വരുന്നത്. സായി അതിൻ്റെ സന്തോഷത്തിലാണ്. എന്നാലും വീടിനടുത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ അവനെ പിരിയണമില്ലെന്നോർത്ത് അവൾക്ക് വിഷമം തോന്നുന്നു. കുറച്ചുകൂടി പതുക്കെ വന്നാൽ മതിയായിരുന്നു എന്ന് അവൾ പറയുന്നുണ്ട്. എത്രയും പെട്ടെന്ന് എൻ്റെ പേരൻസിനോട് നമ്മുടെ കാര്യം പറയണം, അല്ലെങ്കിൽ എനിക്ക് നിന്നെ ഒന്ന് വീട്ടിലേക്ക് വിളിക്കാൻ പോലും പറ്റില്ല എന്നവൾ പറഞ്ഞപ്പോൾ ഞാൻ ഇന്നലെ തന്നെ അങ്കിളിനോട് വിവരം പറഞ്ഞു കഴിഞ്ഞു എന്നവൻ പറയുന്നു. അങ്കിൾ വിവരം അറിഞ്ഞു എന്ന് കേട്ടപ്പോൾ അവൾ പെട്ടെന്ന് ടെൻഷനാകുന്നുണ്ട്. എത്രയായാലും ക്ലാസ് ടീച്ചർ ആയിരുന്നല്ലോ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടി നന്നായി ഈ മാത്സ് ക്ലാസ്സിൽ പെർഫോം ചെയ്തേനെ. എന്നെക്കുറിച്ച് അദ്ദേഹത്തിന് മോശം ഇംപ്രഷനാണ് ഉള്ളത് എന്നറിയില്ല എന്നൊക്കെ അവൾ പറഞ്ഞപ്പോൾ അങ്കിളിന് ആദ്യം മുതലേ നിന്നെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണുള്ളത്, അതുകൊണ്ട് ടെൻഷനാക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് അവൻ സമാധാനിപ്പിക്കുന്നു. സായിയുടെ അച്ഛനും അമ്മയും ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മയുടെ ഏതോ ഫ്രണ്ടിന്റെ മകൻ കാരണം അവർക്ക് വല്ലാത്ത തലവേദനയാണ്. അതിനെക്കുറിച്ച് ഫ്രണ്ട് വിളിച്ച് സംസാരിച്ച് ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ എന്തായാലും നമുക്കൊരു പെൺകുട്ടി ആയതുകൊണ്ട് ഇങ്ങനെയുള്ള തലവേദനകളൊന്നുമില്ല. അതുമാത്രമല്ല സായിയുടെ സ്വഭാവം വളരെ നല്ലതാണ്. കുട്ടിക്കാലം മുതലേ അവൾ എന്തുണ്ടെങ്കിലും നമ്മളോട് തുറന്നു പറയും, ഒന്നും ഒളിപ്പിച്ച് വെക്കാറില്ല എന്നൊക്കെ പറഞ്ഞ് മകളെ പൊഴുത്തി പറഞ്ഞുകൊണ്ടാണ് രണ്ടുപേരും മുന്നോട്ട് നടക്കുന്നത്. മകൾക്ക് ആരോടാണ് കൂടുതൽ സ്നേഹം എന്ന് പറഞ്ഞ് രണ്ടുപേരും തമ്മിൽ ചെറിയ തർക്കവും ഉണ്ടാകുന്നുണ്ട്. സായി ഇപ്പോൾ വീട്ടിലെത്തി കാണും, അതുകൊണ്ട് തർക്കിച്ച് നിൽക്കാത്ത വേഗം പോകാമെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി മുന്നോട്ട് നടക്കുന്നു. സായി എപ്പോഴും റാങ്കിനൊപ്പം സംസാരിച്ചുകൊണ്ട് വീടിന് പുറത്ത് നിൽപ്പുണ്ട്. അകത്തേക്ക് കയറി പോകുന്നതിന് മുമ്പോൾ കിസ് ചെയ്യാനായി കവൾ കാണിക്കുന്നുണ്ടെങ്കിലും അവനൊന്നും അറിയാത്ത പോലെ നിൽക്കുന്നു. അതിന്റെ നിരാശയിൽ അവൾ അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അവൻ തിരികെ പിടിച്ചിട്ട് കിസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് രണ്ടുപേരും കൂടി കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോഴാണ് അച്ഛനും അമ്മയും അതുവഴി വന്നത്. അവരുടെ നിൽപ്പ് കണ്ടപ്പോൾ ആരാണെന്നൊന്നും ശ്രദ്ധിക്കാത്ത രണ്ടുപേരും മുഖത്തപ്പി പിടിച്ച് കാണാത്ത മട്ടിൽ പോകുന്നു. അച്ഛൻ അവരെ കുറ്റപ്പെടുത്തുന്ന പോലെ എന്തോ പറയുന്നുണ്ട്. കേട്ടപ്പോൾ ഈ പ്രായത്തിൽ ഡേറ്റ് ചെയ്യുന്നതൊക്കെ സ്വാഭാവികമല്ലേ, പിന്നെ എന്താണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് അമ്മ ചോദിക്കുന്നുണ്ട്. ആ പെൺകുട്ടിയുടെ ഡ്രസ്സ് കണ്ടപ്പോൾ ഒരു നിമിഷം സായി ആണോ എന്നോർത്ത് ഞാൻ പേടിച്ചുപോയി. അവൾക്കും അതേപോലെ ഒരു ഡ്രസ്സ് ഉണ്ടല്ലോ എന്ന് അച്ഛൻ പറഞ്ഞപ്പോഴാണ് അമ്മ അതിനെക്കുറിച്ച് ചിന്തിച്ചത്. സംശയം തോന്നി അവർ തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ നിൽക്കുന്ന അവൾ തന്നെയാണ്. അമ്മ ഉറക്ക പേര് വിളിച്ചപ്പോഴാണ് സായി കണ്ണു തുറന്ന് നോക്കുന്നത്. റാങ്ക് തലയുയർത്തി നോക്കാൻ തുടങ്ങിയെങ്കിലും അവൾ സമ്മതിക്കാതെ അവനെ പിടിച്ചിരുന്നു. എൻ്റെ പേരൻസാണ് അവിടെ നിൽക്കുന്നത്, ഒരു കാര്യം ചെയ്താലോ, ഞാൻ 3 എണ്ണുമ്പോഴേക്കും നീ തിരിഞ്ഞു നോക്കാതെ ഓടിപ്പോയിക്കോ എന്നവൾ പറയുന്നു. അവനവളുടെ പിടിപിടിച്ച് നേരെ നിന്നിട്ട് നിനക്കെന്നെ പരിചയപ്പെടുത്താൻ അത്ര നാണക്കേടാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് അവളും അത് ചിന്തിക്കുന്നത്. നമ്മളിപ്പോൾ പ്രായപൂർത്തിയായല്ലോ, പിന്നെ ഡേറ്റ് ചെയ്യുന്നതിൽ എന്താണ് കുഴപ്പമെന്ന് അവളും പറയുന്നുണ്ട്. അപ്പോഴേക്കും അച്ഛനും അമ്മയും കൂടി വഴക്ക് പറഞ്ഞ് കത്തിക്കയറി അവിടേക്ക് ചെല്ലുന്നു. പക്ഷേ റാങ്കിൻ്റെ മുഖം കണ്ടതോടെ പിടിച്ചു നിർത്തിയ പോലെ അമ്മ വായടയ്ക്കുന്നുണ്ട്. അവന് നേരത്തെ പരിചയമുണ്ടായിരുന്നത് കൊണ്ട് അവനാണ് അവളുടെ ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞപ്പോൾ അമ്മയുടെ ദേഷ്യമൊക്കെ മാറി മുഖത്ത് ചിരി വരുന്നു. അമ്മ പ്ലേറ്റ് തിരിച്ചതുകൊണ്ട് അച്ഛനും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നു. ഈ തണുപ്പത്ത് ഇവരെ ഇങ്ങനെ പുറത്ത് നിന്ന് സംസാരിപ്പിക്കാതെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകാൻ പറഞ്ഞ് അവ തന്നെ അവനെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അവൻ്റെ പെട്ടിയും കൂടി സായി എടുത്തുകൊണ്ട് പോകേണ്ട അവസ്ഥയായി. അകത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അച്ഛനും അമ്മയും കൂടി അവൻ്റെ ഇരുവശത്തുമായി ഇരിക്കുകയാണ്. അവൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവർക്കിടയിൽ ഒരു പൊട്ടനെ പോലെ ഇരുന്ന് ചിരിക്കുകയാണ്.
നിങ്ങൾ തമ്മിൽ റിലേഷനിലായിട്ട് എത്ര കാലമായി എന്ന് അമ്മ ചോദിച്ചപ്പോൾ 6 മാസം കഴിഞ്ഞൊന്നും മറുപടി നൽകിയത് അവളാണ്. അതുകൊണ്ട് ഇനി ഞങ്ങളെ ബ്രേക്കപ്പ് ആക്കാമെന്ന് വിചാരിക്കേണ്ട എന്ന് കൂടി അവൾ പറയുന്നു. ആദ്യം മുൻകൈ എടുത്ത് ആരാണെന്ന് അമ്മ ചോദിച്ചപ്പോൾ ഞാനാണെന്ന് അവൾ ചാടിക്കറി പറയുന്നുണ്ട്. നിങ്ങൾ ഡേറ്റിംഗിലായിട്ട് കുറേ കാലം കഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് എനിക്ക് എതിർത്തൊന്നും പറയാനില്ല, പക്ഷേ എനിക്കല്ലാതെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അമ്മ പറഞ്ഞപ്പോൾ സായി ചെറുതായിട്ടൊന്ന് പേടിക്കുന്നു. പക്ഷേ അമ്മ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ നാണക്കേട് കാരണം അവൾക്ക് അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടേണ്ട അവസ്ഥയായി. സായി ഒരു വല്ലാത്ത സ്വഭാവക്കാരിയാണ്. ചില സമയത്ത് അവൾ വഴക്കിടുമ്പോൾ ഞങ്ങൾക്ക് പോലും സഹിക്കാൻ പറ്റാറില്ല. അവൾ അങ്ങനെ നിന്നെ ഏതെങ്കിലും വിധത്തിൽ ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ നിനക്ക് പരിഹരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ശരിയാക്കി തരാം. നീ ഒറ്റയ്ക്ക് അത് സഹിക്കേണ്ട ഒരാവശ്യവുമില്ല. അതേപോലെ തന്നെ ചിലപ്പോൾ അവൾക്ക് സന്തോഷം വരുമ്പോൾ അവൾ പാട്ട് പാടാറുണ്ട്. പക്ഷേ അവളുടെ അമ്മയായ എനിക്ക് പോലും അത് സഹിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ നീ ക്ഷമ കൈവിടാതെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കണം എന്നൊക്കെയാണ് അമ്മ പറഞ്ഞത്. ബാക്കി പറയാൻ അനുവദിക്കാതെ അവൾ ഓടിച്ചെന്ന് അമ്മയുടെ വാവുന്നുണ്ട്. റാങ്കും ബച്ചനും കൂടി ഇരുന്ന് ചിരിക്കുന്നു. അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാനാകെ നാണം കെട്ടില്ലോ എന്നവൾ പറഞ്ഞപ്പോൾ പിന്നല്ലാണ്ട് നീ കാരണം ഇവൻ പേടിച്ചോടിയിൽ എന്ത് ചെയ്യും? ഇവനെപ്പോലൊരു ചെക്കനെ ഇനി അവിടെ കിട്ടാനാണെന്നൊക്കെ അമ്മ പറയുന്നുണ്ട്. അമ്മ പറയുന്നൊന്നും കാര്യമാക്കണ്ട, സായി അങ്ങനെയൊന്നും ചെയ്യാറില്ല. പിന്നെ കുറച്ചധികം ഫുഡ് കഴിക്കുമെന്നേ ഉള്ളൂ, അതത്ര വലിയ പ്രശ്നമല്ലല്ലോ എന്ന് പറഞ്ഞ അച്ഛനും തന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ പണി കൊടുക്കുന്നുണ്ട്. അങ്ങനെ എന്തായാലും അവരുടെ റിലേഷനെ അവളുടെ വീട്ടുകാർ സന്തോഷത്തോടെ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു. അടുത്ത ദിവസം രണ്ടുപേരും കൂടി അവരുടെ അങ്കിളിനെ മീറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. പക്ഷേ വീടിന് മുന്നിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അകത്തേക്ക് കയറാൻ കഴിയാതെ സായി കുറേ ടെൻഷൻ അടിക്കുന്നുണ്ട്. 1-2 തവണ മുന്നോട്ട് നടന്നിട്ട് അവൾ തിരിച്ചിറങ്ങുന്നു. അവസാനം പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് അവൻ അവളുടെ കയ്യിൽ പിടിച്ച് അകത്തെ കൂട്ടിക്കൊണ്ട് പോകുന്നു. അവൾ നല്ല ടെൻഷനിലാണ്. അങ്കിളിന്റെ മുന്നിൽ ഇരുന്നെങ്കിലും അങ്കിളിനും അവരുടെ റിലേഷനിൽ എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അവൾക്ക് കുടിക്കാൻ നൽകിയ ചൂടുവെള്ളം തണുത്തത് കാരണം റാങ്ക് ചൂടുവെള്ളം എടുക്കാനായി എഴുന്നേറ്റ് അകത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം അവളോട് തനിച്ച് സംസാരിക്കുന്നുണ്ട്. നിന്നെ കണ്ടുപിട്ടിയത് റാങ്കിന്റെ ഭാഗ്യമാണെന്നേ ഞാൻ പറയും. അവൻ പണ്ട് മുതലേ വളരെ ഒതുങ്ങിയ പ്രകൃതമാണ്. ആരോടും അധികം സംസാരിക്കാറില്ല. അവന്റെ ഉള്ളിലുള്ളത് എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല. പക്ഷേ മറ്റുള്ളവരെ നന്നായി മനസ്സിലാക്കുന്ന കൂട്ടത്തിലാണ്. മുമ്പ് അവന്റെ കാര്യമോർത്ത് എനിക്ക് വല്ലാത്ത ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ നിന്നെ കണ്ടുപിട്ടിയതിനു ശേഷം അവൻ ഒരുപാട് മാറി. അതിന് സഹായിച്ചത് നീയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം അവൾക്ക് നന്ദി പറയുന്നു. അങ്ങനെ അവന്റെ അങ്കിളിന്റെ അനുഗ്രഹം കിട്ടി അവൾ സന്തോഷിച്ചിരിക്കുന്നത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.